ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം. നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കുവാൻ നന്നായി ഉത്സാഹിക്കുവിൻ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ മനുഷ്യനിലും വിശ്വാസമുണ്ട്. ഇവിടെ വചനം പറയുവാണ്, നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കുവാൻ നന്നായി ഉത്സാഹിക്കുവിനെന്ന്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല മേഖലകളിലും നമ്മൾ പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതത്തിലെ ആത്മസംയമനക്കുറവാണ്. ആത്മസംയമനം നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ ഒരു ഫലമാണ് ആത്മസംയമനം. നമ്മുടെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും മറ്റുള്ളവർ നമുക്കെതിരെ തിന്മ പറയുകയും തിന്മ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആത്മസംയമനം പാലിക്കുവാനും ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം ഓരോരുത്തരും നിറയപ്പെടുവാനും നമുക്ക് തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ഫലമാകുന്ന ആത്മസംയമനം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. അതിനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.